ഇന്നലെ ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം വിളക്കൊക്കെ കൊളുത്തിയിട്ടാണ് കുറേ ദിവസമായി നാമമൊക്കെ ജപിച്ചിട്ട്. എന്നിട്ട് തുളസിത്തറയുടെ അവിടെ കോലമൊക്കെ വരച്ച് വിളക്ക് കൊളുത്തിയപ്പോഴത്തേക്ക് ഇതേണ്ട് ഭയങ്കര മഴ കേട്ടോ. ഞാനിങ്ങനെ പേടിച്ചിരുന്നു. എന്തായാലും ശരി വിളക്കൊന്നും അണഞ്ഞില്ല കേട്ടോ. ഇത് ആ കാണുന്നത് ആകാശദീപമാണ്. കാർത്തിക മാസത്തിൽ നമ്മുടെ തുളസിയിലാണ് നമ്മുടെ വിഷ്ണു ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സങ്കല്പത്തിൽ നമ്മൾ ഈ മാസങ്ങളിൽ ഇങ്ങനെ കാർത്തിക ദീപം തെളിയിക്കാറുണ്ട്. അതായത് ആകാശദീപം. ഇത് ഗൗരിയുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അന്ന് ഞങ്ങൾ കൊല്ലത്തുനിന്ന് പോയിട്ട് വന്നപ്പോഴും വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കഥ എന്തെന്ന് വെച്ചാൽ പിതൃക്കൾ രാത്രി പോകുമ്പോൾ ഈ വിളക്ക് കണ്ട് നമ്മളെ വന്ന് അനുഗ്രഹിച്ചിട്ട് പോകും എന്നും, പിന്നെ വേറൊരു കഥ പറയുന്നത് ലക്ഷ്മി ദേവി വിഷ്ണു ഭഗവാനെ കാണാൻ രാത്രി വരുമ്പോൾ ഈ ദീപം കണ്ടിട്ടാണ് വരുന്നതെന്നും എന്നാണ് സങ്കല്പം. ഈ മുളകും വഴുതനങ്ങയൊക്കെ പറിക്കുന്നത് ഇന്നത്തെയാണ് കേട്ടോ, ഇന്നത്തെ ദിവസത്തെയാണ്. മുരുകമ്മ എന്നൊരു ചേച്ചി എനിക്ക് കിട്ടിയിട്ടുണ്ട് അകത്തെ ജോലിക്കും പുറം ജോലിക്കൊക്കെ. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു കുറേ വഴുതനങ്ങ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കുറേ വഴുതനങ്ങയൊക്കെ പറിച്ചെടുത്തു. അപ്പോൾ കറിവേപ്പില പരുത്തി ദേണ്ട ഒരു മത്തങ്ങ ഇപ്പോൾ. അപ്പോൾ കറിവേപ്പില പറിച്ച് ഞാനല്ല ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു. എന്തായാലും ശരി നല്ല മത്തങ്ങയാണ്. അങ്ങനെ വഴുതനങ്ങയും മുളക് ബജിയെല്ലാം പിച്ച് ഞാൻ അകത്തോട്ട് കയറി.